അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്താ പ്രിയമുള്ളവരെ, നാം കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്തകൾ? പേര് ഫാത്തിമത്ത് സമീറ. എത്രയാ വിവാഹം കഴിഞ്ഞത്? 8 വിവാഹം കഴിഞ്ഞ് 9ാമത്തെ വിവാഹത്തിൻ്റെ ആലോചന നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് പോലീസുകാർ ഈ ഫാത്തിമത്ത് സമീറയെ പിടികൂടുന്നത്, അറസ്റ്റ് ചെയ്യുന്നത്. അത്ഭുതപ്പെടുത്തുകയാണ്. പുരുഷന്മാർക്ക് പരിശുദ്ധമായ ദീനിന് 4 വിവാഹം ജായിസെങ്കിലും പുരുഷന്മാർ 2ാമത്തെ വിവാഹം പോലും കഴിക്കുന്നത് അപൂർവമാണ്. 2ാമത്തെ വിവാഹം കഴിക്കുമ്പോൾ ആദ്യത്തെ വിവാഹം തന്നെ ഇവർക്ക് വല്ലാത്ത കിട്ടേണ്ടതൊക്കെ കൃത്യമായി കിട്ടിയിട്ടുണ്ടാകും. അവർക്ക് പിന്നെ വിവാഹമെന്ന് കേൾക്കുമ്പോൾ ഭയപ്പെടുന്നവരൊക്കെയുണ്ട് പുരുഷന്മാരുടെ കൂട്ടത്തിൽ. കാരണം ഒരു ഭാര്യയെ തന്നെ കൃത്യമായി സ്നേഹത്തോടു കൂടി നോക്കാനോ അവളെ സ്നേഹിക്കാനോ പരിശുദ്ധമായ ദീൻ പറഞ്ഞതുപോലെ അവളെ പോറ്റാനോ ഒന്നും കഴിയാതെ സങ്കടപ്പെടുന്നവർ, അതോ അല്ലെങ്കിൽ പീഡനം അനുഭവിക്കുന്നവർ, അങ്ങനെ പല രീതിയിലുണ്ട്. ഇതൊരു പെൺകുട്ടിയാണ്. അതുമാത്രമല്ല, ഇവളൊരു അധ്യാപകയുമാണ്. കുട്ടികളെ പഠിപ്പിക്കുന്ന ഇവളരികിൽ ഇരുന്നിട്ടാണ് കുട്ടികൾ പഠിക്കുന്നത്, സംസ്കാരം പഠിക്കുന്നത്. 9ാമത്തെ വിവാഹത്തിന് വേണ്ടി ഇങ്ങനെ ഒരുങ്ങി, അതൊക്കെ കാര്യമൊക്കെ ഏകദേശം പൂർത്തീകരിച്ചതാ. വിവാഹം കഴിക്കാൻ ഇനി ഏതാനും ദിവസങ്ങൾ മാത്രമാണ് ബാക്കി. അപ്പം വിവാഹം കഴിക്കുന്ന ആ ചെറുപ്പക്കാരനുമായി ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ചായക്കടയിലാണ് ഈ സമീറയെ പിടികൂടുന്നത്. നിലവിൽ 8 ഭർത്താക്കന്മാരുണ്ട്. 9ാമത്തെ ഭർത്താവുമായിട്ടുള്ള വിവാഹാലോചന ഒരുങ്ങിക്കഴിഞ്ഞു. ദിവസങ്ങൾ കഴിഞ്ഞാൽ ഇതാ വിവാഹം കഴിക്കാൻ പോവുകയാണ്. അപ്പോൾ പിടികൂടി. അപ്പോൾ മനസ്സിലായി ഇവൾ ആരാണെന്നും ഈ 8 ഭർത്താക്കന്മാരെ എങ്ങനെയാണ് ഇവൾ മാനേജ് ചെയ്യുന്നതെന്നും. അല്ലാത്ത സങ്കടപ്പെടുത്തിയത്, ഓരോ ഭർത്താക്കന്മാരെന്ന് ഇവളെ നേടിയത് 50 ലക്ഷം, 15 ലക്ഷം. ഇവളുടെ വരുമാനം ഇതാണ്. ഒരു വിവാഹം കഴിക്കും, ഒരു 15 ലക്ഷം 50 ലക്ഷം നേടും. അത് തീരുമ്പോൾ വീണ്ടും ഒരു വിവാഹം. ഇവൾ ഈ വിവാഹത്തിലേക്ക് കടക്കുന്നത് വാട്സപ്പിലൂടെയും ഫേസ്ബുക്കിലൂടെയും ഏറ്റവും സമ്പന്നരായ, അതും വിവാഹിതരായ പുരുഷന്മാരെയാണ് ഇവർ വിവാഹം കഴിക്കുന്നത്. അപ്പോൾ കൂടുതൽ പണം ഉണ്ടാക്കാൻ സാധിക്കും. കാരണം അവർ ഈ ഭാര്യയെ അറിയിക്കാതെ കെട്ടിയല്ലോ ഒരു നല്ലൊരു പെൺകുട്ടി എന്ന് പറഞ്ഞ് വിവാഹം കഴിക്കും. പിന്നെ ഭാര്യയെ അറിയിക്കുന്നതിനെ ഭീഷണിപ്പെടുത്തും. പല രീതിയിൽ ഇവരൊക്കെ ഭീഷണിപ്പെടുത്താൻ സാധിക്കും. അപ്പോൾ ഇനി കുടുംബം അറിഞ്ഞാൽ പ്രശ്നമാവെന്ന് പറഞ്ഞ് അവൾ ചോദിക്കുന്നത് അങ്ങ് കൊടുക്കും. അങ്ങനെ ഇവൾക്കിതൊരു രീതിയായി മാറിയിരിക്കുകയാണ്. അതുമല്ല, അതൊരു അധ്യാപികയും കൂടിയാണ്. പ്രിയപ്പെട്ട ചെറുപ്പക്കാരൊക്കെ ശ്രദ്ധിക്കണം. സമ്പന്നരായ ആളുകളൊക്കെ നിങ്ങളറിയാതെ ഇത്തരത്തിലുള്ള വലയിൽ കുടുങ്ങിപ്പോകരുത്. ഫേസ്ബുക്കിലൂടെയും അതുപോലെ വാട്സപ്പിലും ഇൻസ്റ്റയിലൂടെയും ഒരുപാട് സഹോദരിമാർ ഇത്തരത്തിലുള്ള ആവശ്യങ്ങളായി വരുമ്പോഴത്തേക്ക് ഇത്രയും നല്ല മനോഹരമായ പെണ്ണ് അല്ലേ, എനിക്കിത്ര പ്രായം ഉണ്ടായിട്ട് ഈ പ്രായത്തിൽ ഇതൊക്കെ കിട്ടുന്നത് വലിയ ഭാഗ്യമാണെന്ന് പറഞ്ഞ് വിചാരിച്ച് വിവാഹത്തിലേക്ക് ഒരുങ്ങിയാൽ നിൻ്റെ ആദ്യ രാത്രി മുതൽക്ക് തുടങ്ങും പീഡന. പിന്നെ നിൻ്റെ ജീവിതം എന്ന് പറയുന്നത് ഒരു നരകം തുല്യമായ ജീവിതമാണ്. നിന്നെ ഒഴിവാക്കാനും നിൻ്റെ സമ്പത്ത് നേടാൻ വേണ്ടി ഇവളെ ലക്ഷ്യം അതാണല്ലോ. വിവാഹം കഴിക്കുന്നതിൻ്റെ ലക്ഷ്യം എന്താണ്? ഇവൾക്ക് സമ്പത്തുണ്ടാക്കണം, അധ്വാനിക്കാതെ സമ്പത്തുണ്ടാക്കണം. ഇവൾക്ക് നിന്നെ ഒഴിവാക്കി വേറെ വിവാഹം ഒരുപാട് കഴിക്കാനുണ്ട്, ഒരുപാട് സമ്പത്ത് ഉണ്ടാക്കേണ്ടതുണ്ട്. നിന്നെ തലയിൽ വെച്ച് നടക്കാൻ ഇവളെ കൊണ്ടൊന്നും കഴിയില്ല. അതിനു വേണ്ടി പല വിധത്തിൽ നിന്നെക്കുറിച്ച് നന്നായി പഠിക്കും. നീ ആരാണ്, നീ ഏത് മേഖലയാണ് പേടിച്ച് വിറക്കുന്നത്, ഭാര്യയാണോ, നിനക്ക് സമൂഹത്തെയാണോ സമുദായത്തെയാണോ എന്നൊക്കെ കൃത്യമായി മനസ്സിലാക്കി
നീയുമായി നല്ല സൗഹൃദമുണ്ടാക്കി വിവാഹം കഴിക്കും. അവസാനം നിൻ്റെ വീക്ക്നെസ് എവിടെയാണെന്ന് കൃത്യമായി അറിയും. അത് പിടിച്ച് നിന്നെ പിടിച്ചു കൊട്ടും. പിന്നെ നിൻ്റെ സമ്പത്ത് നഷ്ടപ്പെട്ട്, നിൻ്റെ മാനം നഷ്ടപ്പെട്ട്, പിന്നെ അവസാനം ആരും അറിയാതെ ഒരു യോജിപ്പിൽ അവളെ ഒഴിവാക്കേണ്ട ഒരവസ്ഥയിലേക്ക് എത്തുമ്പോൾ അവൾ ചോദിച്ചത് കൊടുക്കേണ്ടി വരും. അങ്ങനെ ഓരോ ഭർത്താക്കന്മാർ ഇവളുണ്ടാക്കിയ പണം എത്ര? ഒരു ഭർത്താവിന് 50 ലക്ഷം രൂപയാണ്, മറ്റൊരു ഭർത്താവിന് 15 ലക്ഷം രൂപയാണ്. അവർ കഷ്ടപ്പെട്ട് അധ്വാനിച്ചുണ്ടാക്കിയ പണം ഇസ്സത്ത് നഷ്ടപ്പെടുമല്ലോ എന്ന് വിചാരിച്ച് കൊടുത്തങ്ങ് രക്ഷപ്പെടാൻ നോക്കും. ഇത്തരക്കാർ നമ്മുടെ ചുറ്റുഭാഗത്ത് ഉണ്ട് എന്ന് നാം അറിഞ്ഞിരിക്കണം. ഇവരുടെ ചതിക്കുഴിയിൽ നാം പെട്ടുപോകരുത്. ഇത്തരത്തിലുള്ള ചതിക്കുഴികൾ ഒരുക്കുന്ന സഹോദരിമാർ മനസ്സിലാക്കണം, ഈ സമ്പത്ത് ശാശ്വതമല്ലെന്നും അസ്രായിൽ എപ്പോൾ നിൻ്റെ അരികിൽ വന്ന് നിൻ്റെ റൂഹിനെ കൊണ്ടുപോകുമെന്നും നീ എപ്പോൾ ഇതിൻ്റെ ദിറ്റഫലം, ഈ അക്രമത്തിൻ്റെ ഫലം അനുഭവിക്കുമെന്നറിയില്ല. അത് മരണത്തിൻ്റെ ശേഷം മുമ്പ് തന്നെ അനുഭവിക്കേണ്ടി വരും. കാരണം നീ ചെയ്യുന്ന അക്രമമാണ്. ഒരാളുമായി വിവാഹം കഴിയും. ഒരു പെണ്ണ് മറ്റൊരു പെണ്ണും മറ്റൊരു വിവാഹം കഴിക്കണമെങ്കിൽ ആദ്യത്തെ ഭർത്താവിൻ്റെ ത്വലാക്ക് സംഭവിച്ചിരിക്കണം. അതല്ലാതെ നിലവിലൊരു ഭർത്താവ് ഇരിക്കലോടുകൂടി വീണ്ടും ഒരു ഭർത്താവിനെ നിക്കാഹ് കഴിക്കാൻ പാടില്ലല്ലോ ഇസ്ലാമിൽ. പുരുഷന്മാർക്ക് 4 കഴിക്കാമെന്ന് പറഞ്ഞാലും സ്ത്രീകൾക്ക് അങ്ങനെ ഒന്നും പരിശുദ്ധ ദീനിലില്ല. ഇത് ദീനിൻ്റെ പേരും പറഞ്ഞ് മുസ്ലിമാണെന്ന് പറഞ്ഞിട്ട് പരിശുദ്ധമായ ദീനിനെ കലങ്കപ്പെടുത്തുന്ന ഇത്തരക്കാർ നമ്മുടെ സമൂഹത്തിനും സമുദായത്തിനും വലിയ ശാപമാണ്. എന്തെല്ലാം എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ സമൂഹത്തിൽ നിന്ന് കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്തകൾ. 9 വിവാഹം 8 വിവാഹം കഴിച്ച് ഒരുപാട് സമ്പത്തുണ്ടാക്കി വീണ്ടും ഇതാ 9ാമത്തെ വിവാഹത്തിന് ഒരുങ്ങിയിരിക്കുകയാണ്. പിടിക്കപ്പെട്ടില്ലായിരുന്നെങ്കിൽ വീണ്ടും ഇയാൾ മരണം വരെ വിവാഹമേ ആയുമായിരുന്നുള്ള ജീവിതം. എത്ര സമ്പന്ന വർഗം ഇവരുടെ ഈ കെണിയിൽ, ഈ വലയിൽ കുടുങ്ങി സമ്പത്തും മാനം നഷ്ടപ്പെട്ടു പോയെന്നറിയോ? അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. അതുകൊണ്ട് ചെറുപ്പക്കാരൊക്കെ പ്രത്യേകിച്ച് മനസ്സിലാക്കണം, പരിചയമില്ലാത്തവർ എവിടെയെങ്കിലും എന്തെങ്കിലും പറഞ്ഞുകൊണ്ട് ഞാൻ പെട്ടെന്ന് ഇത്തരത്തിലുള്ള ഒരു പെണ്ണെന്ന് പറയുമ്പോൾ പുരുഷനിക്ക് സ്വാഭാവികമാണ് ഒരു വിചാരവും പലതും വന്നു പോകുന്നത്. അത് പുരുഷനിക്ക് സ്വാഭാവികമായി ഉണ്ടായിപ്പോകും. അല്ലെങ്കിൽ അവനെ പിന്നെ പുരുഷനെന്ന് പറയാൻ പറ്റൂല. ഇത് മുതലെടുക്കാൻ വേണ്ടി കാത്തു നിൽക്കുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ ചുറ്റുഭാഗത്തുണ്ട്. ശ്രദ്ധയോടുകൂടി നാം കൈകാര്യം ചെയ്തില്ലെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, നാം അധ്വാനിച്ചുണ്ടാക്കിയ സമ്പത്തും എല്ലാം നഷ്ടപ്പെട്ട് പിന്നെ ആത്മഹത്യ ചെയ്യേണ്ട വക്കിലേക്കൊക്കെ എത്തിപ്പോകും. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. നാഗാപൂരിലാണ് ഈ പെണ്ണിനെ പോലീസുകാർ പിടികൂടുന്നത്. അള്ളാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ സഹോദരിമാർ, ചില ആളുകളുണ്ടല്ലോ പണത്തിന് വേണ്ടി എന്തും ചെയ്യും. പണമൊന്ന് കിട്ടുമെന്നറിഞ്ഞാൽ പിന്നെ അവർക്ക് ഭർത്താവ് പ്രശ്നമല്ല, അവർക്ക് ദീൻ പ്രശ്നമല്ല, ഒന്നും പ്രശ്നേ അല്ല. പണത്തിൻ്റെ മുമ്പിൽ അവർ എന്തിൻ്റെ മുമ്പിലും അവർ തലകുത്തും. ഇതെന്തുകൊണ്ട് സംഭവിക്കുന്നറിയോ? പരിശുദ്ധമായ ദീനിയായ ബോധം നമ്മുടെ മക്കൾ കൃത്യമായി കിട്ടുന്നില്ല. നാം അള്ളാഹുവിനെ കാണുന്നില്ലെങ്കിൽ അള്ളാഹു നമ്മെ കൃത്യമായി വീക്ഷിക്കുന്നുണ്ടെന്നും ആ ഒരു അള്ളാഹു കാണുന്നുണ്ട് എന്നുള്ള ബോധം നമ്മുടെ ഓരോ മക്കൾക്ക് നാം ഉണ്ടാക്കി കൊടുക്കണം. ഈ ലോകം ശാശ്വതമല്ലെന്നും മരിച്ച് ഖബറിൽ കിടക്കേണ്ടതുണ്ടെന്നുള്ള ബോധം എൻ്റെ പ്രിയപ്പെട്ടവർ നമ്മുടെ പൊന്നുമക്കൾക്ക് ചെറുപ്രായത്തിൽ തന്നെ നാം ഉണ്ടാക്കി കൊടുക്കണം. ഇല്ലെങ്കിൽ ഇത്തരത്തിൽ ആളുകൾ സമ്പത്തിന് വേണ്ടി എന്തും ചെയ്യും. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.